സംവിധായകൻ ആഷിഖ് അബു ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചു. നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് രാജിവെച്ചത്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അശ്വിൻ, നേരത്തെ ബി ഉണ്ണികൃഷ്ണനെതിരെ അതിരൂക്ഷമായ വിമർശനം ആഷിഖ് അബു ഉയർത്തിയത് നമ്മൾ കണ്ടതാണ്. സംഘടനാ സംവിധാനം പ്രവർത്തിക്കുന്ന രീതിയെ ചോദ്യം ചെയ്തുകൊണ്ട് നടത്തിയ വിമർശനം നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ രാജിയുണ്ടാകുന്നു. ഈ ഘട്ടത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് എന്താണ്? അശ്വിൻ പാലാഴി. രജിത, 2009 ആഷിഖ് അബു ഫെഫ്കയുടെ അംഗമാകുന്നത്. അതിനുശേഷം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു. 2009 മുതൽ സംഘടനയിൽ നിന്നും നേരിടേണ്ടി വന്ന പല കാര്യങ്ങളെക്കുറിച്ചും ഈ രാജിക്കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിനു പുറമെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ സംഘടന ശക്തമായ മൗനം പാലിച്ചു, അത് ശരിയായില്ല എന്നുള്ളൊരു നിലപാട് അദ്ദേഹം ഈ രാജിക്കത്തിൽ കുറിക്കുന്നത്. ആ മൗനം കുറ്റകരമാണ് എന്നുകൂടി അദ്ദേഹത്തിന്റെ വിമർശനമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ വിമർശനമാണ് ഫെഫ്കയുടെ നേതൃത്വത്തിനെതിരെ ആഷിഖ് അബു ഉന്നയിച്ചിരുന്നത്. അതിന് പിന്നാലെയാണ് പ്രാഥമിക അംഗത്വം ഉൾപ്പെടെ രാജിവെച്ചുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം നേതൃത്വത്തിന് രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. സാമൂഹിക ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ സംഘടന പൂർണ്ണമായി പരാജയപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിമർശനം. ഒപ്പം നിലപാടിൽ കാപട്യം പുലർത്തുകയാണ് നിലവിലെ നേതൃത്വം. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പ്രാഥമിക അംഗത്വം രാജിവെച്ച് പുറത്തേക്ക് പോകുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഈ രാജിക്കത്തിലെ പ്രധാന പരാമർശങ്ങൾ. ഒപ്പം പത്രക്കുറിപ്പ് എന്ന പേരിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചില കുറിപ്പുകൾ സംഘടനാ നേതൃത്വം പുറത്തിറക്കിയിരുന്നു. അതിലെല്ലാം വാചക കസരത്തുകളല്ലാതെ മറ്റൊന്നുമില്ല എന്നുള്ള ഒരു വിമർശനം കൂടിയുണ്ട്. എന്തായാലും അമ്മ സംഘടനയിലെ പൊട്ടിത്തെറിക്ക് ശേഷം കൂടുതൽ സിനിമാ സംഘടനകളിലേക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഈ രാജിക്ക് പിന്നാലെ അറിയാൻ സാധിക്കുന്നത്. ഒപ്പം കൂടുതൽ രാജി ഉണ്ടാകുമോ ഫെഫ്കയിൽ നിന്ന് എന്നുള്ളതും ഇനി ശ്രദ്ധിക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഫിലിം ചേംബറിന് നിർമ്മാതാവ് സാന്ദ്ര തോമസ് ഒരു നിർദ്ദേശങ്ങളടങ്ങിയ കത്തടക്കം സമർപ്പിച്ചിരുന്നു. അതിൽ ഫിലിം ചേംബറിന്റെ അടക്കം മൗനം ഇപ്പോഴും തുടരുകയാണ്. 22 യൂണിയനുകളാണ് ഫെഫ്കയിലുള്ളത്. അതിൽ നിന്നടക്കം ഇനി രാജി ഉണ്ടാകുമോ എന്നുള്ളതാണ് ശ്രദ്ധേയം. റിജിത്ത്. ശരി, അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകുകയായിരുന്നു. ഫെഫ്കയിൽ നിന്ന് പ്രാഥമിക അംഗത്വം അടക്കം രാജിവെച്ചിരിക്കുകയാണ് സംവിധായകൻ ആഷിഖ് അബു. നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് രാജി. അശ്വിൻ പാലാഴി അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.